ഇന്ന് പാനിപൂരി മസാലയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ വന്നിരിക്കുന്നത്. പൂരി ഉണ്ടാക്കുന്നതിന് റവ, ഗോതമ്പ് പൊടി, കുറച്ച് ഉപ്പ്. ഗോതമ്പ് പൊടി വേണ്ടെങ്കിൽ റവയിൽ മാത്രം നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. ഇതുപോലെ ആട്ടയുടെ പരുവത്തിൽ കുഴച്ചെടുത്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് നല്ലതുപോലെ കുഴച്ച് സോഫ്റ്റാക്കി എടുക്കണം. അതിനുശേഷം ഒരു നനഞ്ഞ തുണിയിട്ട് നമുക്കൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ുള്ള മസാല റെഡിയാക്കാം. നല്ല ജീരകം, 2-3 കുരുമുളക്, കുറച്ച് വറ്റൽമുളക് ഒന്ന് ചൂടാക്കിയെടുത്ത് നമുക്കൊന്ന് പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം പുതിനയില, മല്ലിയില, പുതിനയുടെ ഡബിളായിട്ട് മല്ലിയില നമ്മൾ ഇട്ട് കൊടുക്കണം. ഒരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, പിന്നെ ഇത് ചൂടുവെള്ളത്തിൽ ഞാൻ കുതിർത്തി വെച്ചിരുന്ന വാളംപുളിയാണ്, അതിൻ്റെ പേസ്റ്റും കൂടി ഇട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ച് നമുക്ക് എത്ര വെള്ളം ആവശ്യമാണ് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് റെഡിയാക്കിയെടുക്കാം. അതിലേക്ക് സവാള, ചാട്ട് മസാല, പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ജീരകം മിക്സ്, പിന്നെ കുറച്ച് മുളക് പൊടി, ഒരു പകുതി നാരങ്ങ, പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നമുക്ക് പാനി റെഡിയാക്കിയെടുക്കാം. ഇനി അതിനാവശ്യമായിട്ടുള്ള മസാലയ്ക്ക് ഞാൻ കടല വെള്ളത്തിൽ തലേദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വേവിച്ച് ഉരുളക്കിഴങ്ങ് കൂടി വേവിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് സവാള, മല്ലിയില, നമ്മൾ ജീരകം, വറ്റൽമുളകും കൂടി പൊടിച്ചെടുത്ത മസാലയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് ചാറ്റ് മസാലയും കൂടി ഇട്ട് കുഴച്ചെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പൂരി റെഡിയാക്കി എടുക്കാം. നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന ആട്ടയിൽ നിന്ന് ഇതുപോലെ കുഴച്ച് നമ്മൾക്ക് റൗണ്ടാക്കിയിട്ട് എന്തെങ്കിലും പാത്രത്തിൻ്റെ മൂടിയോ വെച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമ്മൾക്ക് ചെറിയ ഉരുളകളായിട്ട് എടുത്ത് പരത്തിയെടുക്കാവുന്നതാണ്. നേരിയതായിട്ട് പരത്തിയെടുക്കണം, അല്ലെങ്കിൽ കട്ടിയായി പോയാൽ പൂരി തണുത്ത് പോകുന്നതാണ്. അപ്പോൾ ഇതുപോലെ ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുത്ത് പൂരി റെഡിയാക്കിയെടുക്കാം. ഫ്ലെയിം കൂട്ടി വയ്ക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ അല്പം ശ്രദ്ധിച്ച് തിരിച്ചും മറിച്ചുമിട്ട് ഒരു ബ്രൗൺ കളറാവുമ്പോൾ ഇതുപോലെ നമ്മൾക്ക് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും പൂരി തണുത്തു പോകും, ക്രിസ്പി ആയിരിക്കില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ച് പൂരി ഇതുപോലെ വറുത്ത് മാറ്റേണ്ടതാണ്. ഇനി നമ്മുടെ മസാലയും പാനിയും പൂരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബായ്. പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബായ്.